സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തെ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിലേത് അതീവ മോശം ധന മാനേജ്മെന്റാണെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു. സുപ്രീംകോടതിയിൽ നൽകിയ കേരളത്തിന്റെ ധനകാര്യസ്ഥിതി വിശദീകരിക്കുന്ന കുറിപ്പിൽ കടമെടുപ്പ് പരിധി ഇനി ഉയർത്താനാകില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിക്ക് മറുപടി എന്ന നിലയിലാണ് കേന്ദ്ര ധനമന്ത്രാലയം അറ്റോർണി ജനറലിന്റെ ഓഫീസ് മുഖേന സുപ്രീം കോടതിയിൽ കുറിപ്പ് നൽകിയത്. ധനകാര്യ കമ്മീഷൻ കേരളത്തിന് നൽകണമെന്ന് ശുപാർശ ചെയ്തതിനേക്കാൾ അധികം പണം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. കേന്ദ്ര നികുതികൾ, കേന്ദ്ര പദ്ധതികൾക്കുള്ള തുക തുടങ്ങി സംസ്ഥാനത്തിന് അർഹതപ്പെട്ട പണം അനുവദിച്ചിട്ടുണ്ടെന്നും കേന്ദ്രം വിശദീകരിക്കുന്നു. 2018-19 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തെ മൊത്തം വരുമാനത്തിന്റെ 31% കടം. എന്നാൽ 2021-22 ആയപ്പോൾ 38% ഉയർന്നതായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനം കടത്തിന് നൽകുന്ന പലിശയിലും വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളതെന്നും കുറിപ്പിൽ പറയുന്നു. സംസ്ഥാനം എടുക്കുന്ന കടത്തിന്റെ മൊത്തം പലിശ 10% അധികമാകരുതെന്നാണ് 14ാം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് 19.8% വർദ്ധിച്ചു. ഉയർന്ന പലിശ നൽകുന്നത് തന്നെ സംസ്ഥാനത്തിന്റെ ധനകാര്യസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഏറ്റവും അധികം കടമുള്ള 5 സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്നും കേന്ദ്രം കുറിപ്പിൽ പറയുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.